റിപ്പോർട്ട് എക്സ്ക്ലൂസീവ്. എക്സൈസ് വകുപ്പിൽ മന്ത്രി അറിയാതെ വിചിത്ര പരിഷ്കാരവുമായി എക്സൈസ് കമ്മീഷണർ എം.ആർ. അജിത് കുമാർ. മന്ത്രിയുടെ പരിപാടി നടക്കുമ്പോൾ അതത് ജില്ലകളിലെ എക്സൈസ് ഉദ്യോഗസ്ഥർ മന്ത്രിക്ക് എസ്കോർട്ട് പോകണമെന്നാണ് നിർദ്ദേശം നൽകിയത്. എസ്കോർട്ട് നൽകുന്ന ദിവസം എൻഫോഴ്സ്മെന്റ് നടപടികൾ വേണ്ടെന്നും കമ്മീഷണറുടെ നിർദ്ദേശം. അതേസമയം മന്ത്രിക്ക് ബ്രീഫ് ചെയ്യുന്നതിലുണ്ടായ വീഴ്ചകൾ ഓർമ്മിപ്പിക്കുക മാത്രമാണ് ചെയ്തത് എന്നാണ് എം.ആർ. അജിത് കുമാറിന്റെ വിശദീകരണം. എന്നാൽ എസ്കോർട്ട് വേണമെന്ന് ഉത്തരവിറക്കിയിട്ടില്ലെന്ന് മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞു. ഉത്തരവ് എന്ന് പറഞ്ഞാണ് വാർത്ത വന്നത്. ഉത്തരവില്ല എന്നുള്ളത് വ്യക്തമാണ്. കമ്മീഷണർ അറിയിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു വാക്കാൽ നിർദ്ദേശവും കൊടുത്തിട്ടില്ല എന്നാണ്. ഇപ്പം മന്ത്രിയായിട്ട് 3.5 വർഷമായി. ഇതുവരെ ഇല്ലാത്തത് 2 മാസം പ്രത്യേക എസ്കോർട്ടിന്റെ ആവശ്യമുണ്ട്. എങ്ങനെയാണ് ഈ വ്യാജ വാർത്തയിൽ എത്തിയത് എന്നൊന്നും അന്വേഷിക്കുന്നതല്ല. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, വാർത്ത സ്വാഭാവികമായിട്ടുണ്ടായതല്ല, വാർത്ത നിഷ്കളങ്കവുമല്ല. അത് എൻ്റെ പിന്നിൽ ചിലർ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് പരിശോധിക്കാതിരിക്കാൻ പറ്റില്ല. റഹീസ് റഷീദ് വിശദാംശങ്ങൾ നൽകും. റഹീസ്, എന്താണ് ഈ വിചിത്ര പരിഷ്കാരത്തിന്റെ പശ്ചാത്തലം? എന്താണ് എക്സൈസ് കമ്മീഷണർ നൽകുന്ന വിശദീകരണം? എക്സൈസ് വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് അറിയാതെ എക്സൈസ് കമ്മീഷണറായ എം.ആർ. അജിത് കുമാർ വിചിത്രമായ ഒരു ഉത്തരവിറക്കി. എക്സൈസിന്റെ ഡെപ്യൂട്ടി കമ്മീഷണർമാർ മന്ത്രി അതാത് ജില്ലകളിൽ വരുമ്പോൾ മന്ത്രിക്കൊപ്പം എസ്കോർട്ട് പോകണം എന്നതായിരുന്നു ഇന്നലെ ഡെപ്യൂട്ടി കമ്മീഷണർമാരുടെയും ജോയിന്റ് കമ്മീഷണർമാരുടെയും യോഗം വിളിച്ച് എക്സൈസ് കമ്മീഷണർ അജിത് കുമാർ നിർദ്ദേശം നൽകിയത്. ഇതിനകം തന്നെ പലതരത്തിലുള്ള ജോലികൾ ചെയ്യാനുള്ള ഉദ്യോഗസ്ഥരുടെ കുറവുള്ള സാഹചര്യത്തിൽ അത്തരം നീക്കം നടത്തിയതിനെതിരെ ഉദ്യോഗസ്ഥർ രംഗത്ത് വന്നു. ഈ പശ്ചാത്തലത്തിൽ എം.ബി. രാജേഷ് എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിക്കുകയും ചെയ്തു. അപ്പോൾ എം.ആർ. അജിത് കുമാർ പറഞ്ഞത്, സാധാരണഗതിയിൽ മന്ത്രി എത്തുമ്പോൾ ആ ജില്ലയിലെ കാര്യങ്ങൾ ബ്രീഫ് ചെയ്യാൻ ഡെപ്യൂട്ടി കമ്മീഷണർമാർ എത്തുന്ന ഒരു രീതിയുണ്ട്. കഴിഞ്ഞ കുറെ കാലമായി അതിൽ ചില ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയതാണ് എന്നതാണ്. എങ്കിൽ പോലും അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയതിൽ മന്ത്രി അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. മന്ത്രിയുടെ ഓഫീസ് അത് എം.ആർ. അജിത് കുമാറിനെ അറിയിക്കുകയും ചെയ്തു. ഓക്കെ, റഹീസ് റഷീദ് വിശദാംശങ്ങൾ നൽകി.